പേര് ബെൻസി. ഞാൻ കൊല്ലത്തുനിന്ന് വരുന്നു. എന്നെ ഈ തിരുസന്നിധിയിൽ നിർത്താൻ സഹായിച്ച പരിശുദ്ധ ദൈവമാതാവിനും തിരുക്കുമാരനും ഞാൻ നന്ദി പറയുന്നു. ഞാൻ കൊല്ലത്തു നിന്നാണ് വരുന്നത്. ഞാൻ എൻ്റെ ആദ്യ ഉടമ്പടി എടുത്തത് 23/10/2023 എനിക്ക് 3 വർഷമായി ജോലിയില്ലായിരുന്നു. ഞാനൊരു നേഴ്സാണ്. ഇവിടെ വന്ന് രണ്ടാമത്തെ ഉടമ്പടി പുതുക്കിയതിൻ്റെ 2 മാസം കഴിഞ്ഞപ്പോൾ എൻ്റെ ഹസ്ബൻഡ് നിൽക്കുന്ന സ്ഥലത്തേക്ക് തന്നെ മാതാവ് എനിക്ക് ഇൻ്റർവ്യൂവിന് വഴിയൊരുക്കി തന്നു. ഞാൻ അങ്ങനെ ഇൻ്റർവ്യൂ പാസ്സായി ഓഫർ ലെറ്റർ കിട്ടിയപ്പോൾ അത് സാലറി വളരെ കുറവായിരുന്നു. കാരണം എനിക്ക് 10 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പോൾ എൻ്റെ മനസ്സിൽ മാതാവ് പറഞ്ഞു, ഞാനല്ലേ നിനക്ക് ഈ ജോലി എന്നത്, നീ ധൈര്യമായി ആ ഓഫർ സൈൻ ഇടാൻ പറഞ്ഞു. ഞാനങ്ങനെ മാതാവിനോടും ഈശോയോടും പ്രാർത്ഥിച്ച ആ ഓഫർ ലെറ്റർ സൈൻ ഇട്ടു. പിന്നീട് എനിക്ക് പോകാനുള്ള ടിക്കറ്റും വിസയും 12/5/2025 ആയപ്പോൾ വന്നു. പക്ഷേ എൻ്റെ അറ്റസ്റ്റേഷൻ, അതായത് ലാസ്റ്റ് എക്സ്പീരിയൻസ് അറ്റസ്റ്റേഷൻ ചെയ്യാൻ വേങ്ങിച്ച സർട്ടിഫിക്കറ്റ് ഏജൻസിയിൽ നിന്ന് തന്നില്ല. അവരെന്നോട് പറഞ്ഞു, നീ പൊക്കോ, അത് ഞങ്ങൾ അയച്ചു തന്നേക്കാം. പക്ഷേ സൗദി റൂൾ അനുസരിച്ച് നമ്മൾ ലേറ്റസ്റ്റ് സർട്ടിഫിക്കറ്റ് അവിടെ കാണിക്കണം. ഞാൻ വളരെ ഭാരത്തോടെ അതവർ പറഞ്ഞ ശേഷം അതിനു മുമ്പ് ഒരാഴ്ചയ്ക്ക് മുമ്പ് ഞാൻ ഈ ആൾത്താരെ വന്ന് മാതാവിൻ്റെ മുമ്പിൽ നിന്ന് ഇവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു. അമ്മേ, ഞാൻ എന്താ ചെയ്യേണ്ടത്? എനിക്ക് പോകാനുള്ള സമയമായി. എനിക്ക് പോകുന്നതിന് മുമ്പ് അമ്മ എൻ്റെ സർട്ടിഫിക്കറ്റ് എൻ്റെ കൈ കൊണ്ടു തരണം. 10/5/2025 അമ്മ മാതാവ് അത് അവരുടെ കയ്യിൽ നിന്ന് എൻ്റെ സർട്ടിഫിക്കറ്റ് എൻ്റെ കയ്യിൽ കൊണ്ടു തന്നു. അങ്ങനെ ഞാൻ 12/5/25 എൻ്റെ ഹോസ്പിറ്റലിൽ ജോയിൻ ചെയ്തു. അതേപോലെ തന്നെ എൻ്റെ സാലറിയുടെ കാര്യം ഞാൻ പറഞ്ഞുവല്ലോ. സാലറി വളരെ കുറവായിരുന്നു. ഞാൻ ആദ്യം അവിടെ ഇരുന്നൊരു സ്ത്രീയോട് ചോദിച്ചു, അതായത് ഞങ്ങളുടെ അഡ്മിനിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട ഒരു സ്ത്രീയോട് ചോദിച്ചു, എനിക്ക് സാലറി കുറവാണ്, ഞാൻ 10 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ആളാണ്. അപ്പോൾ അവരെന്നോട് പറഞ്ഞു, ഇനി കൂട്ടുമെന്ന് തോന്നുന്നില്ല, ഓൾറെഡി നീ കോൺട്രാക്ട് സൈൻ ചെയ്തതല്ലേ എന്ന്. അപ്പം അവർ പറഞ്ഞു, നിൻ്റെ റിസ്കിൽ വേണമെങ്കിൽ പോയി ചോദിച്ചോളാൻ പറഞ്ഞു. അപ്പം ഞാൻ അതിനു മുമ്പ് 91 സങ്കീർത്തനവും പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും ചൊല്ലിയിട്ട് ആ ഫിനാൻസ് മാനേജറിൻ്റെ മുമ്പിൽ വിശുദ്ധ ഉപ്പിട്ടിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു. വിത്തിൻ 5 മിനിറ്റ്സ് എൻ്റെ സാലറി അവർ ഡബിളായി തന്നു. ഇത് തന്ന എൻ്റെ അമ്മ മാതാവിനും ഈശോയ്ക്കും ഞാൻ നന്ദി പറയുന്നു. എൻ്റെ സാലറിയിലെ ചെറിയൊരു സമ്പാദ്യം അമ്മയുടെ കാണിക്കയിൽ ഞാൻ ഇട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ രണ്ടാമത്തേന്ന് പറഞ്ഞാൽ എൻ്റെ കുഞ്ഞിനും എൻ്റെ അമ്മയുടെ സിസ്റ്ററിനും വിസ അടിക്കാൻ വളരെ ഡിഫിക്കൽട്ടായിരുന്നു. എൻ്റെ കുഞ്ഞിനെ സൗദി റൂൾ അനുസരിച്ച് അപ്പനും അമ്മയും സൗദിയിലുണ്ടെങ്കിൽ അപ്പന് മാത്രമേ കുഞ്ഞിനെ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. എൻ്റെ ഹസ്ബൻഡിൻ്റെ ഡിപ്ലോമ സർട്ടിഫിക്കറ്റിൽ എംബസി അറ്റസ്റ്റേഷൻ ഇല്ല. വളരെ ഭാരത്തോടെ ഞാൻ ഇവിടെ ഇരുന്നു. എൻ്റെ ഹസ്ബൻഡ് റിയാദിൽ അറ്റസ്റ്റേഷൻ ചെയ്യാൻ പോയി. അവർ പറഞ്ഞു, ചെയ്യില്ല, ഇന്ത്യൻ എംബസിയിൽ നിന്ന് തന്നെ ചെയ്യണം. ഇന്ത്യൻ എംബസി പോയിട്ട് വരണമെങ്കിൽ അത് 1 മാസം എടുക്കും. അപ്പം ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു, വിഷമിക്കേണ്ട, നമുക്ക് പോകാം, ദൈവം നമ്മളെ സഹായിക്കും, അമ്മ മാതാവ് വന്ന് സഹായിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടെ അപ്പോയിൻമെൻറ്റ് ഞങ്ങളുടെ ഹോസ്പിറ്റലിലുള്ള ഒരാളിനെയും കൊണ്ട് എടുത്ത് ഞങ്ങൾ ആ ഓഫീസിൽ ചെന്നു. അപ്പോൾ അവിടെ ഇരുന്ന കുറേ പേര് ഞങ്ങൾ പറഞ്ഞു, ടോക്കൺ എടുക്കുന്നു. അപ്പോൾ ഒരു സ്ത്രീ വളരെ ഉയരം, അതിനു മുമ്പ് ഞാൻ ആ പോകുന്ന വഴിയിൽ അച്ഛൻ്റെ ധ്യാനവും ഡെയിലി ബ്രെഡും കേൾക്കുകയായിരുന്നു. അപ്പം അച്ഛൻ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു, ഡിഫിക്കൽട്ടായ വിസകൾ മാതാവിൻ്റെ നാമത്തിൽ അടിക്കപ്പെടുമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിശ്വസിച്ച് പ്രാർത്ഥിച്ചു. ഞാൻ മാതാവിനോട് പറഞ്ഞു, അമ്മയുടെ ശിമിയോൻ്റെ പ്രവചനം, അമ്മയുടെ ഹൃദയത്തിലുള്ളൊരു വാൾ കടന്നു കയറുമെന്ന് ആ പ്രവചനം ഞാൻ ഓർക്കുന്നു. ഒരു കുഞ്ഞിനെ പിരിഞ്ഞിരിക്കുന്ന അമ്മയുടെ വിഷമം അമ്മയ്ക്ക് മനസ്സിലാവുമല്ലോ. എൻ്റെ കുഞ്ഞിൻ്റെ വിസ അമ്മ തന്നെ വന്ന് അടിക്കണം, അമ്മയുടെ സാന്നിധ്യം അവിടെ ഉണ്ടാകണം. ഞാൻ അവിടെ ചെന്നപ്പം ഒരു സ്ത്രീ അവിടെ നിന്ന് എന്നോട് പറഞ്ഞു, എൻ്റെ നമ്പർ 90, നിങ്ങളുടെ നമ്പർ 93 ഈ 90 എന്നുള്ള നമ്പർ നിങ്ങളെടുത്തോ, എനിക്ക് നിങ്ങളുടെ നമ്പർ നിങ്ങൾ കാണിക്കണ്ടെന്ന് പറഞ്ഞു. എന്നിട്ട് അവരെന്നോട് പറഞ്ഞത്, ഈ നമ്പറിനെ കൊണ്ട് എൻ്റെ നമ്പർ കൊണ്ട് എനിക്കൊരാവശ്യമില്ല, നിങ്ങൾ ഈ 90 നമ്പർ കാണിച്ച് കയറിപ്പാൻ പറഞ്ഞു. അങ്ങനെ അവർ അവിടെ ഓഫീസിൽ ഇരിക്കുന്ന മനുഷ്യനോട് എന്തോ സംസാരിച്ചു. ആ അമ്മ എന്നെ നോക്കി ഒന്ന് ചിരിച്ച് കാണിച്ചിട്ട് ഇറങ്ങിപ്പോയി. പിന്നീടും കയറി വന്നു, ഒന്ന് തലയുയർത്തി എന്നെ നോക്കി കടന്നുപോയി. ആ സൗദിയുടെ മുമ്പിൽ ഞങ്ങൾ ചെന്നിരുന്നപ്പോൾ എൻ്റെ ഹസ്ബൻഡിന് തൊട്ട് മുമ്പിലിരുന്നവരുടെ വരെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റേഷൻ ഇല്ല എന്ന് പറഞ്ഞവർ റിജക്റ്റ് ചെയ്തു. പക്ഷേ എൻ്റെ ഹസ്ബൻഡ് ഒറിജിനൽ സർട്ടിഫിക്കറ്റ് കൊടുത്തപ്പോൾ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു, എനിക്ക് നിൻ്റെ ഒറിജിനൽ വേണ്ട, നിൻ്റെ സിറോക്സ് ഇങ്ങ് തരാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ സിറോക്സ് അവരെ കൊടുത്തു. ആ സ്ത്രീ ഇട്ടിരുന്ന ഡ്രസ്സിൻ്റെ കളറ് ചാര നിറമായിരുന്നു. വളരെ ഉയരമുള്ള സുന്ദരിയായ ഒരു സ്ത്രീ ആയിരുന്നു. അതെൻ്റെ അമ്മ മാതാവാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഞാൻ പറഞ്ഞത് എൻ്റെ അമ്മയാണ് ആ വിസ അടിക്കേണ്ടതെന്ന്. അങ്ങനെ
അവർ ഞങ്ങളോട് സാലറി സർട്ടിഫിക്കറ്റ് എൻ്റെ ഹസ്ബൻഡിനോട് ചോദിച്ചു. ഞങ്ങൾ വളരെ ദൂരത്തിലാണ്, കമ്പനിയിൽ പോയി ഹസ്ബൻഡിന് സാലറി സർട്ടിഫിക്കറ്റ് എടുക്കാൻ പറ്റില്ല. അപ്പം എൻ്റെ ഹസ്ബൻഡ് ആ സൗദി തന്നെ ഞങ്ങളോട് പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യും, ഗോസി എന്നൊരു ആപ്പുണ്ട്, അതിൽ നിന്ന് നിങ്ങൾ സാലറി സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്യും. അക്കോർഡിംഗ് ടു സൗദി റൂൾ 4500 റിയാലിന് എബോ ഉള്ളവർക്ക് മാത്രമേ ഡിപ്പെൻഡൻറ്റ് വിസ അടിക്കുകയുള്ളൂ. എൻ്റെ ഹസ്ബൻഡിൻ്റെ സാലറി വളരെ കുറവാണ്. ഞങ്ങൾ ഗോസി എന്ന ആപ്പ് തുറന്നു, സാലറി സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്ത് അയാളുടെ കയ്യിൽ കൊടുത്തപ്പോൾ അയാൾ ആ ഫോൺ മായ്ച്ചതും ആ വന്ന സാലറി സർട്ടിഫിക്കറ്റ് സ്ക്രോൾ ചെയ്ത് മുന്നോട്ട് പോയി. അപ്പോൾ എൻ്റെ ഹസ്ബൻഡിനോട് അയാൾ ചോദിച്ചു, മകളുടെ പേര് സാറ എന്നല്ലേ, നിൻ്റെ മകളുടെ വിസ അടിച്ചിട്ടുണ്ട് കേട്ടോ, ഇനി നിങ്ങൾക്ക് ബോംബെയിൽ നിന്ന് പ്രോസസ്സ് ചെയ്യാമെന്ന് പറഞ്ഞു. അതേപോലെ തന്നെ എൻ്റെ ആൻറ്റി, അതായത് എൻ്റെ മമ്മിയുടെ അനിയത്തിയുടെ സിസ്റ്ററാണ്. സൗദി റൂൾ അനുസരിച്ച് പേരൻസിനെയോ ഫാദറിലെയോ മദറിലെയോ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. എൻ്റെ അമ്മയുടെ സിസ്റ്റർ വിധവയാണ്, കുഞ്ഞുങ്ങളുണ്ടായിരുന്ന ഒരാൾ മരിച്ചുപോയി, വേറെ ആരുമില്ല. അപ്പോൾ എൻ്റെ അമ്മ പറഞ്ഞു എൻ്റെ അമ്മയുടെ സിസ്റ്ററിനെ കൊണ്ടുപോകാൻ പറഞ്ഞു. അങ്ങനെ സാധാരണ വിസ അടിക്കാറില്ല. ഞാൻ നാട്ടിൽ വന്നു എൻ്റെ കുഞ്ഞിനെ കൊണ്ടുപോകാൻ വേണ്ടി. അപ്പം ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, അമ്മേ ആ വിസ അമ്മ അടിച്ചു തരണം, നവംബർ 6 മുമ്പ് അമ്മ അടിക്കണം. നവംബർ 5 ആ വിസ സൗദിയിൽ നിന്ന് അടിച്ചു വന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ VFSC പോയപ്പം ഞാൻ പറഞ്ഞു, മാതാവ് എൻ്റെ കുഞ്ഞിൻ്റെ വിസ അമ്മ അടിച്ച, ഈ വിസ അമ്മ തന്നെ അടിക്കണം. ഞാൻ ആ പാർക്കിങ്ങിൽ ചെന്നപ്പോൾ എനിക്ക് കുന്തിരിക്കത്തിൻ്റെ മണം അനുഭവപ്പെട്ടു. എനിക്ക് മനസ്സിലായി എൻ്റെ അമ്മയാണ് VFSC ഇരിക്കുന്നതെന്ന്. ഞാൻ അവിടെ കടന്നു ചെന്നു. അപ്പോൾ അവരെന്നോട് പറഞ്ഞത്, സിസ്റ്റർ ആയതുകൊണ്ട് വിസ അടിക്കില്ല, നിൻ്റെ അമ്മയുടെ പാസ്പോർട്ടിലെയും നിൻ്റെ അമ്മയുടെ സിസ്റ്ററിൻ്റെ പാസ്പോർട്ടിലെയും മദർ ആൻഡ് ഫാദറിനെയും സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്, നിൻ്റെ റിസ്കിൽ വേണമെങ്കിൽ നീ ആ വിസ ഞങ്ങൾ പ്രോസസ്സ് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, എൻ്റെ റിസ്കിലല്ല, എൻ്റെ അപ്പനും അമ്മയും പ്രോസസ്സ് ഇത് ചെയ്തു തരും, കാരണം എൻ്റെ മാതാവിൽ ഞാൻ വിശ്വസിക്കുന്നു, എൻ്റെ ഈശോയിൽ ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ എൻ്റെ റിസ്കിൽ ഞാൻ ആ സൈനിട്ട് മാതാവിൻ്റെ ഈശോയുടെയും പ്രാർത്ഥിച്ച് ഞാൻ ആ വിസ വിട്ടു. നവംബർ 15 എൻ്റെ ആൻറ്റിയുടെ വിസയും പാസ്പോർട്ടും ഞാൻ റിസീവ് ചെയ്തു. ഞങ്ങൾ 25 പോവുകയാണ്. ആ വിസയും പാസ്പോർട്ടും മാതാവിനെ കാണിക്കാൻ ഞാനിവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ഈശോയ്ക്കും തിരുക്കുമാരനും ഞാൻ നന്ദി പറയുന്നു. അതേപോലെ സൗദിയിൽ വളരെ പാടാണ് ഒരു വാടക ഭവനം കിട്ടാൻ. ആദ്യം ഞങ്ങൾ ചോദിച്ചപ്പോൾ 26,000 റിയാലെന്നാണ് അവർ പറഞ്ഞത്. അപ്പം എനിക്ക് അത്രയും പൈസ കൊടുത്ത് ഒരു ഭവനം വാടകയ്ക്ക് എടുക്കാൻ പറ്റില്ലായിരുന്നു. ഞാൻ ഇവിടുന്ന് പോകുന്നതിന് മുമ്പേ മാതാവിനോട് പ്രാർത്ഥിച്ചു, അമ്മേ വളരെ വാടക കുറഞ്ഞൊരു ഭവനം അമ്മ എനിക്ക് ഒരുക്കി തരണം. അതിനു മുമ്പ് ഞാൻ ആ ഹോസ്പിറ്റലിൽ ജോയിൻ ചെയ്യുന്നതിൻ്റെ ആ സമയത്ത് എന്നെ ഒരാളെ അമ്മ എന്നും കാണിച്ചു തരും. അതെനിക്ക് ആരാന്നറിയത്തില്ല. എന്നും ഞാൻ പോകുന്ന വഴിയിൽ അയാളുടെ മുഖം എൻ്റെ മുമ്പിൽ വരും. എന്നിട്ട് എൻ്റെ ഒരു കൂട്ടുകാരി വഴി അവൾ എന്നെ വിളിച്ചു പറഞ്ഞു, ചേച്ചി ഞങ്ങൾ താമസിക്കുന്ന വീടിൻ്റെ ഓപ്പോസിറ്റ് ഒരു ഭവനമുണ്ട്, ചേച്ചി ഒന്ന് പോയി നോക്കാൻ. ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ എന്നും എനിക്ക് കാണിച്ചു തന്ന മുഖമുള്ള ആ ആളുടെ ഭവനമായിരുന്നു ഞാൻ വാങ്ങിച്ചത്. അതും വളരെ കുറഞ്ഞ വാടകയിൽ അമ്മ മാതാവ് ആ ഭവനം എനിക്ക് ഒരുക്കി തന്നു. അതിന് ഈശോയ്ക്കും തിരുക്കുമാരനും ഞാൻ നന്ദി പറയുന്നു. ഞാൻ ചെയ്ത കാരുണ്യപ്രവൃത്തികൾ എന്ന് പറഞ്ഞാൽ RCCയിൽ ക്യാൻസർ രോഗികൾക്ക് ഇപ്പോൾ ആരെന്നെ വിളിച്ച് പറഞ്ഞാലും എന്നെക്കൊണ്ട് പറ്റുന്ന സമ്പാദ്യം ഞാൻ കൊടുക്കും. ക്യാൻസർ രോഗികൾക്കെന്ന് മാത്രമല്ല, കുറേയധികം ബുദ്ധിമുട്ടുന്നോ എന്നോട് എന്താവശ്യപ്പെട്ടാലും, പൈസ കൊണ്ടായാലും ആഹാരം കൊണ്ടായാലും എന്നെക്കൊണ്ട് ചെയ്യുന്നത് ഞാൻ ചെയ്തു കൊടുക്കും. നിർദ്ധരായ കുഞ്ഞുങ്ങൾക്ക്, അതായത് പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള കുഞ്ഞുങ്ങൾക്ക് പഠന പുസ്തകങ്ങളും ഉപകരണങ്ങളും വാങ്ങിക്കൊടുത്ത് സഹായിക്കാറുണ്ട്. ഈ അച്ഛൻ പറഞ്ഞ പോലെ ഈ ഉടമ്പടി ശരിക്കും ഒരു ഫയറാണ്. ഞാൻ അമ്മയോട് ചോദിച്ചതേ ഉള്ളൂ. അമ്മ എനിക്ക് ഒരുപാട് അനുഗ്രഹങ്ങളാണ് തന്നത്. നിരവധി തവണ മാതാവിൻ്റെ രൂപവും റോസാപ്പൂവും തിരുഹൃദയവും ഒക്കെ അമ്മ എനിക്ക് ആ മെഴുകുതിരിയിൽ കാണിച്ചു തന്നിട്ടുണ്ട്. പിന്നെ സൗദിയിൽ എനിക്ക് പത്രമൊന്നും കൊണ്ടു കൊടുക്കാൻ പറ്റില്ല, പക്ഷേ ഞാൻ ഇവിടെ നിന്ന് ലോക്കറ്റ് വാങ്ങിച്ച് അവിടെയുള്ളവർക്ക് എനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ അവരോട് പറഞ്ഞ് ഞാൻ ഈ മാതാവിൻ്റെ ലോക്കറ്റ് അവർക്ക് കൊടുക്കും. ആത്മീയമായിട്ട് ബൈബിൾ വചനം കുറേ പഠിക്കുവാനും ബൈബിൾ കൂടുതൽ തവണ വായിക്കുവാനും ഒരുപാട് തവണ ഉപവാസം എടുത്ത് പ്രാർത്ഥിക്കുവാനും മാതാവ് ഈശോ എനിക്ക് ശക്തി തന്നു. അതേപോലെ തന്നെ എൻ്റെ സാലറി കുറവാണെന്ന് പറഞ്ഞല്ലോ, അത് ഞാൻ മാതാവിന് ഇവിടുന്ന് പറഞ്ഞിട്ട് പോയായിരുന്നു. ഞാൻ ആ ഫിനാൻസ് മാനേജറിന് മുമ്പിൽ ഉപ്പിട്ട് പ്രാർത്ഥിച്ചപ്പോൾ വിത്തിൻ 5 മിനിറ്റിനുള്ളിലാണ് മാതാവും എനിക്ക് ആ സാലറി കൂട്ടി തന്നത്. എപ്പോഴും എനിക്ക് ബൈബിളിൽ കിട്ടുന്ന വചനമായിരുന്നു, നീ എൻ്റേതാണ്, നിന്നെ ഞാൻ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു. രണ്ടാമത് കിട്ടുന്ന വചനമാണ്, തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നിരിക്കുന്നു, അത് കർത്താവിൻ്റെ ദൃഷ്ടിയിൽ സംഭവിച്ച ആശ്ചര്യമാണെന്ന്. ശരിക്കും ഒരു ജോലിയില്ലാതെ ഭാരം നിന്നപ്പോഴും ഓരോ കാര്യത്തിനും ഞാൻ വിഷമിച്ച് ഇവിടെ നിന്ന് പ്രാർത്ഥിച്ചപ്പോഴും എൻ്റെ അമ്മ മാതാവ് ഞാൻ ചോദിക്കാത്തതിലായി ഉപരിയായി എൻ്റെ ഈശോയും അമ്മ മാതാവും എന്നെ അനുഗ്രഹിച്ച് ഇവിടെ നിർത്തി.
ഒരു യോഗ്യതയില്ലാത്ത എന്നെ ഇവിടെ നിർത്തി സാക്ഷ്യം പറയാൻ, അമ്മയുടെ പ്രത്യക്ഷണത്തിന് നിരന്തര സാക്ഷിയാക്കി ഈശോയുടെ നാമത്തെ മഹത്വപ്പെടുത്തുവാൻ സഹായിച്ചതിൽ എൻ്റെ അമ്മ മാതാവിനും തിരുക്കുമാരനും ഞാൻ നന്ദി പറയുന്നു.